എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ആവാസ വ്യവസ്ഥ, അതായത് MSME എക്കോസിസ്റ്റം എങ്ങനെ വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷങ്ങളായി ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന ക്യാമ്പയിനിലൂടെ ശക്തിപ്പെടുത്തി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ടോക്കാണ് ഇന്ന് നടത്തുന്നത്. ഇതിൻ്റെ ഒരു ജനസിസ് എന്ന് പറഞ്ഞാൽ 2021 ആദ്യഘട്ടത്തിൽ നമ്മൾ ബോട്ടം അപ്പ് പ്ലാനിങ്ങിനാണ് ഫോക്കസ് ചെയ്തത്. ഞാൻ ആ സമയത്ത് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ആയിട്ട് ചുമതല ഏറ്റെടുത്തപ്പോൾ കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലുള്ള ജില്ലാ ഓഫീസർമാരെ വിളിക്കുകയും MSME മേഖലയെ ശക്തിപ്പെടുത്താൻ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരോട് ചോദിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക തലത്തിൽ അവർ വളരെയധികം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളും MSME മേഖലയുമായിട്ട് അടുത്ത് ഇടപഴകി പ്രവർത്തിക്കുന്നവരുമായതുകൊണ്ട് ജില്ലാ ഓഫീസർമാർ പല ഫീഡ്ബാക്ക് പറഞ്ഞു. MSME ശക്തിപ്പെടുത്താൻ നമ്മൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അടിസ്ഥാന സൗകര്യ വികസനം ചെയ്യേണ്ട ആവശ്യമുണ്ട്, അവർക്ക് സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമുണ്ട്, ഒരു മിഷൻ മോഡ് ക്യാമ്പയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഫീൽഡ് തലത്തിൽ നിന്നും ധാരാളം ഇൻപുട്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ബ്രോഡ് ആക്ഷൻ പ്ലാൻ ഫോർ 3 years തയ്യാറാക്കി. അതാണ് ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന പേരിലൊരു ക്യാമ്പയിനായിട്ട് ഗവൺമെൻറ് വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറഞ്ഞാൽ ബോട്ടം അപ്പ് പ്ലാനിംഗ് ആണ്. താഴേത്തട്ടിൽ നിന്നുള്ള ആസൂത്രണം. ഏറ്റവും താഴേത്തട്ടിലുള്ള ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്താലാണ് ഈ കേരളത്തിൽ വ്യവസായത്തിന് മികച്ച അന്തരീക്ഷം ലഭിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് നമുക്കൊരു മാറ്റമുണ്ടാവുക എന്നുള്ള അവരുടെ ഇൻപുട്ടിൽ നിന്നുമാണ് പ്ലാനിങ് തുടങ്ങിയത്. അതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന ശക്തി. ഇനി ഇത്തരത്തിൽ ഫീൽഡ് തലത്തിൽ ജില്ലാതലത്തിൽ നിന്നും നമ്മൾക്ക് ഇൻപുട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ആ പ്ലാൻ ഫൈൻ ട്യൂൺ ചെയ്യുകയും ചെയ്ത പ്രോസസ്സിനെ കുറിച്ച് പറയാം. നമ്മൾ ഫീൽഡ് തലത്തിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് 3 സ്ട്രാറ്റജിയാണ് രൂപീകരിച്ചത്. ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ വ്യവസായ വകുപ്പിൽ താലൂക്ക് തലത്തിൽ വരെയാണ് ഉദ്യോഗസ്ഥരുള്ളത്. താലൂക്കിൻ്റെ താഴേക്ക് ഓരോ പഞ്ചായത്തിലും വ്യവസായം ശക്തിപ്പെടുത്താൻ വേണ്ടി അത് നോക്കാൻ ആരുമില്ല. അപ്പോൾ ഫീൽഡ് തലത്തിൽ എല്ലാ പഞ്ചായത്തിലും ഒരു ഫെസിലിറ്റേറ്ററെ കൊടുത്താൽ നന്നായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആശയം. രണ്ടാമത്തെ ആശയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പോളിസികൾ എടുക്കേണ്ടതുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യണം, സബ്സിഡി കൂട്ടണം, ലോൺ കിട്ടണം, അങ്ങനെ പല പോളിസികൾ എടുക്കണം. അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തന്നു. മൂന്നാമത് ജനങ്ങൾക്ക് വിശ്വാസം വരാനും ജനങ്ങളുമായിട്ട് ഇടപെടാനും കണ്ടിന്യൂസ് ആയിട്ടൊരു മിഷൻ മോഡ് ക്യാമ്പയിൻ രൂപത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ സ്ട്രാറ്റജി. അങ്ങനെ ഫീൽഡ് തലത്തിൽ ഫെസിലിറ്റേറ്റർ വേണം, മിഷൻ മോഡ് രൂപത്തിൽ ഒരു ക്യാമ്പയിൻ മാതൃകയിൽ പ്രവർത്തിക്കണം, ഒട്ടേറെ പ്രോഗ്രാമുകളും പോളിസികളും ഒക്കെ പുതുതായിട്ട് നമ്മൾ ചെയ്യണം. ഇങ്ങനെ 3 സ്ട്രാറ്റജിയാണ് ബ്രോഡായിട്ട് ഫീൽഡ് തലത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഈ 3 സ്ട്രാറ്റജികളും ഞങ്ങൾ അടുത്ത 2-3 മാസങ്ങൾ 2021 ഒരു ഓഗസ്റ്റ് മാസം മുതൽ പ്ലാനിങ് തുടങ്ങിയാണ് 2022 മാർച്ച് വരെ ഒരു 5-6 മാസത്തെ പ്ലാനിങ് ആണ് ഇതിലുണ്ടായത്. ആദ്യഘട്ടത്തിൽ ബോട്ടം അപ്പ് പ്ലാനിങ് നടത്തി, രണ്ടാമത്തെ ഘട്ടത്തിൽ അതനുസരിച്ചൊരു സ്ട്രാറ്റജി തയ്യാറാക്കി, മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഈ സ്ട്രാറ്റജി 12ഓളം മീറ്റിങ്ങുകളിൽ പല തലങ്ങളിൽ അവതരിപ്പിച്ചു. കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മുന്നിൽ അവതരിപ്പിച്ചു ഓൺലൈനായിട്ട്. കേരളത്തിലെ ലോൺ കൊടുക്കുന്ന ബാങ്കുകളുടെ മുന്നിൽ, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിലും സഹകരണ ബാങ്കുകളുടെ മുന്നിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, അങ്ങനെ ഹയർ ലെവലിലുള്ള ഒഫീഷ്യൽസിൻ്റെയും ലീഡേഴ്സിൻ്റെയും മുന്നിൽ അവതരിപ്പിച്ചു. വിവിധ വകുപ്പുകൾ, സംരംഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പുണ്ട്, ഫിഷറീസ് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, കുടുംബശ്രീ ഉണ്ട്, അങ്ങനെ വിവിധ വകുപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ ഈ പ്ലാൻ അവതരിപ്പിച്ചു. അങ്ങനെ അടുത്ത ഘട്ടത്തിൽ ഈ വിവിധ തലങ്ങളിൽ 12 മീറ്റിങ്ങുകളിലൂടെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ സ്ട്രാറ്റജിയും പ്ലാനും ഫൈൻ ട്യൂൺ ചെയ്യും. എല്ലാവരുമായിട്ടൊരു സംയോജനം, കൺവേർജൻസ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് എൻഷുർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടും അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പ്ലാൻ ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള നടപടിയെടുത്തു. സോ ഇതാണ് ഈ ഒരു ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു 6 മാസത്തെ പ്ലാനിംഗ് ആണ്. ബോട്ടം അപ്പ് പ്ലാനിങ്ങിലൂടെ സ്ട്രാറ്റജി ഉണ്ടാക്കി, ആ സ്ട്രാറ്റജി ഒന്നുകൂടെ പല ഗ്രൂപ്പുകളിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അതിന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ ഒരു 6 മാസത്തിന് ശേഷം 2021 ഓഗസ്റ്റ് മുതൽ 2022 മാർച്ച് വരെയുള്ള സമയത്താണ് ഈ ഇയർ ഓഫ് എൻ്റർപ്രൈസിൻ്റെ ഒരു പ്ലാനിങ് നടന്നിട്ടുള്ളത്. ഈ പ്ലാനിംഗ് ആണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2022 മാർച്ച് 30 ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. 2022-23 2022 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 വരെയുള്ള സാമ്പത്തിക വർഷം സംരംഭങ്ങളുടെ വർഷമായി ഇയർ ഓഫ് എൻ്റർപ്രൈസസ് ആയിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഒരു ആക്ടിവിറ്റി ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന പേരിൽ തുടങ്ങാനും തീരുമാനിച്ചു. ഞങ്ങളൊരു ലക്ഷ്യമിട്ടത് ഒരു വർഷം
1,00,000 പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങാൻ സാധിക്കുമോ? നേരത്തെ സൂചിപ്പിച്ചല്ലോ, 3 സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഒന്ന്, പഞ്ചായത്തിലൊരു ഫെസിലിറ്റേറ്റർ നിയമിക്കുക, രണ്ടാമതൊരു ക്യാമ്പയിൻ നടത്തുക, മൂന്നാമത് പോളിസി മാറ്റുക. അപ്പോൾ അതനുസരിച്ച് ആ ക്യാമ്പയിനിൽ 1 വർഷം കൊണ്ട് 1,00,000 സംരംഭങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുമോ ഈ ഫെസിലിറ്റേറ്റർമാരിലൂടെ? നിലവിലുള്ള സംരംഭങ്ങൾ അഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടും പുതിയ സംരംഭങ്ങൾ രൂപീകരിച്ചുകൊണ്ടും ഒക്കെ രൂപീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ. ഇതിൻ്റെ ഉദ്ഘാടനമാണ് CM മാർച്ച് 30 നിർവഹിക്കുകയും ഏപ്രിൽ 1 മുതൽ നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന പേരിലൊരു വെബ്സൈറ്റ് രൂപീകരിച്ചുകൊണ്ട് ഫുൾ ഡാറ്റ പബ്ലിക് ഡൊമൈനിൽ കൊടുക്കുകയാണ്. പുതുതായി രൂപീകരിച്ച സംരംഭങ്ങൾ ജില്ല തിരിച്ച്, കാറ്റഗറി തിരിച്ച്, പ്രൊഡക്ഷൻ, സർവീസ്, മാനുഫാക്ചറിങ് എന്നിങ്ങനെയുള്ള കാറ്റഗറിയും, അതേപോലെ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഉണ്ടാക്കിയ സംരംഭങ്ങൾ, സ്ത്രീകൾ ഉണ്ടാക്കിയ സംരംഭങ്ങൾ, SC/ST വിഭാഗത്തിൽപ്പെട്ടവർ ഉണ്ടാക്കിയ സംരംഭങ്ങൾ, അങ്ങനെ വിവിധ കാറ്റഗറികൾ തിരിച്ചുകൊണ്ട് മുഴുവൻ ഡാറ്റയും പബ്ലിക് ഡൊമൈനിൽ കൊടുക്കാനുള്ള ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന ഒരു വെബ് പോർട്ടൽ കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കുകയും ചെയ്തു. ഇതാണ് ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന ക്യാമ്പയിൻ്റെ തുടക്കവും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് സംബന്ധിച്ച ഡീറ്റെയിൽസും. ഇനി ഇതിൻ്റെ ഒരു ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, ആദ്യഘട്ടത്തിൽ ഇയർ ഓഫ് എൻ്റർപ്രൈസ് ക്യാമ്പയിനിൽ 3 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞതിൽ എല്ലാ പഞ്ചായത്തിലും ഒരു ഫെസിലിറ്റേറ്ററെ നിയമിക്കുക എന്നൊരു ആദ്യ ഘടകം നമ്മൾ വ്യവസായ വകുപ്പിന് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഒരു അടിത്തറ. കേരളത്തിലെ 1034 പഞ്ചായത്തുകളിലായി 1153 ഇൻറ്റേൺസിനെ നിയമിച്ചു. BTech ഓർ MBA ബിരുദമുള്ള കുട്ടികളാണ് ഇൻറ്റേൺസായിട്ട് 1 വർഷത്തെ ഓൺ കോൺട്രാക്ട് ജോലിയായിട്ട് വന്നത്. ഒരു പഞ്ചായത്തിൽ ഒരു ഇൻറ്റേൺ, ഒരു മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണെങ്കിൽ 20 വാർഡുകൾക്ക് ഒരു ഇൻറ്റേൺ എന്ന രീതിയിലാണ് 1034 പഞ്ചായത്തിന് 1153 പേര് വന്നത്. അപ്പോൾ ഇവരുടെ നിയമനം, അതിനുള്ള അംഗീകാരം CMD വഴി, ഒരു സുതാര്യമായ സെലക്ഷൻ പ്രോസസ് വഴി ഇവരെ നിയമനം. പിന്നെ ഇവർ പലരും ഫ്രഷായിട്ടുള്ള കുട്ടികളായതുകൊണ്ട് അവർക്ക് എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ട് അവർക്ക് മതിയായ തുടക്കത്തിലുള്ള പരിശീലനം, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ പരിശീലനം, ഇതൊക്കെ വ്യവസായ വകുപ്പ് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവരെ ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. സോ ഇതാണ് ഇയർ ഓഫ് എൻ്റർപ്രൈസ് ക്യാമ്പയിൻ്റെ ഒരു വെർട്ടിക്കൽ. ഇൻറ്റേൺസിലൂടെ ഓരോ പഞ്ചായത്തിലും ഇതുവരെ കേരളത്തിൽ ചെയ്തിട്ടില്ലാത്തൊരു തുടക്കമാണ് എ ഫെസിലിറ്റേറ്റർ ഇൻ ഈച്ച് ലോക്കൽ ബോഡി ഫോർ സപ്പോർട്ടിങ് ആൻ എൻ്റർപ്രൈസ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കിയതാണ് ഇതിൻ്റെ ഒരു വലിയ വിജയം. ആ ഒരു കമ്പോണൻറ്റ് വളരെ കൃത്യമായിട്ട് ആസൂത്രണത്തോടുകൂടി നല്ല പരിശീലനം കൊടുത്തുകൊണ്ട് നടപ്പിലാക്കി. ഇനി രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാമ്പയിനാണ്. ക്യാമ്പയിൻ 3 ഘട്ടങ്ങളായി ചെയ്തു. ആദ്യഘട്ടത്തിൽ ജനറൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് ആണ് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ 1034 തദ്ദേശ സ്ഥാപനങ്ങളിലും സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പരിശീലനം, സംരംഭം എങ്ങനെ തുടങ്ങാം, എന്തൊക്കെ ലൈസൻസ് എടുക്കണം, ഏത് മേഖലയിൽ തുടങ്ങിയാലാണ് വിജയിക്കുക, ലോൺ എങ്ങനെയാണ് കിട്ടുക, മാർക്കറ്റ് എങ്ങനെ കിട്ടും എന്നൊക്കെയുള്ള അവരുടെ സംശയങ്ങൾക്കും എങ്ങനെ രജിസ്റ്റർ ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കുള്ള ഒരു പൊതു ട്രെയിനിങ് കൊടുക്കാനാണ് ആദ്യം ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ടുള്ളത്. കേരളത്തിലെ ഒരു മെയ് ജൂൺ മാസങ്ങളിൽ ഇൻറ്റേൺസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും ഒരു ആവറേജ് 75ഓളം പേര് പങ്കെടുത്ത, അങ്ങനെ ഒരു 80,000-ഓളം പേർക്ക് കേരളത്തിൽ പരിശീലനം നൽകി ജനറൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ് ക്യാമ്പയിൻ്റെ ആദ്യത്തെ ഘട്ടം. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ അതിൻ്റെ ജില്ല തിരിച്ചുള്ള കണക്ക് ഈ സ്ലൈഡിൽ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിൽ ജനറൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്ങിൽ വന്നതിൽ ചിലപ്പോൾ ഒരു 30% പേര് മാത്രമേ പുതുതായിട്ട് സംരംഭം തുടങ്ങാൻ താല്പര്യപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സംരംഭം തുടങ്ങാൻ താല്പര്യപ്പെട്ടു വരുന്ന ആളുകൾക്ക് അടുത്ത ഘട്ടത്തിൽ ആവശ്യം ലൈസൻസ് വേണം, അവർക്ക് ലോൺ വേണം, അവർക്ക് വകുപ്പുകളുടെ സബ്സിഡി ലഭിക്കുമെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം. അപ്പോൾ ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ക്യാമ്പയിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ ലോൺ ലൈസൻസ് സബ്സിഡി മേള എന്ന് പറഞ്ഞ് ഇതേ രൂപത്തിൽ ഓരോ പഞ്ചായത്തിലും ഒരു ഹാഫ് ഡേ ട്രെയിനിങ് എന്ന രീതിയിൽ കേരളത്തിൽ 1034 പഞ്ചായത്തിൽ നടത്തുകയുണ്ടായി. നേരത്തെ 1000 പഞ്ചായത്തിൽ 80,000 പേര് വന്നുവെങ്കിൽ ഇതിൽ 1000 പഞ്ചായത്തിൽ ഒരു 50,000 പേരാണ് വന്നിട്ടുള്ളത്. ഒരു ആവറേജ് 50 പേര് ഓരോ പഞ്ചായത്തിലും ഈ ലോൺ മേളയിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയും, ഈ മേളയിൽ വ്യവസായ വകുപ്പിൻ്റെ ഒരു പരിശീലനം എന്നുള്ളതിലുപരിയായിട്ട് ബാങ്കുകളുടെ പ്രതിനിധികളുണ്ടായിരുന്നു, വിവിധ സബ്സിഡി കൊടുക്കുന്ന വകുപ്പുകളുടെ പ്രതിനിധികൾ വന്നു, ലൈസൻസ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ലൈസൻസ് കിട്ടുന്ന സംവിധാനത്തിനുള്ള ഹെൽപ്പ് ഡെസ്കുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയേറെ ആളുകളുടെ ലോൺ ടൈപ്പ് ചെയ്യാനും അവർക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കാനും K-SWIFT എക്കനോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റിലൂടെയൊക്കെ ലൈസൻസ് കൊടുക്കാനും സബ്സിഡി അപേക്ഷ ബന്ധപ്പെട്ട വകുപ്പുകൾ കൊടുക്കാനും ഒക്കെ ഈ ലോൺ മേളയിലൂടെ നമുക്ക് സാധിച്ചു. പിന്നെ മൂന്നാമത്തെ ഘട്ടത്തിൽ
ജനുവരി ആ ടൈമിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു സപ്പോർട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഓരോ രൂപീകരിച്ച സംരംഭവും രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെയും നേരിട്ട് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട ഇൻഡിവിജ്വൽ മാർക്കറ്റ് കണക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ ചെയ്തത്. അതുകൂടാതെ പൊതുവായിട്ട് കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും പ്രാദേശിക വിപണന മേളകൾ സംഘടിപ്പിക്കാനും ഈ ഒരു സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഘട്ടമായ ക്യാമ്പയിനിൽ ചെയ്തത് ജനറൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്, ലോൺ മേള, പിന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. ഇങ്ങനെ 3 ഘട്ടത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇയർ ഓഫ് എൻ്റർപ്രൈസിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 1,00,000 സംരംഭങ്ങൾ തുടങ്ങിയേക്കാം എന്ന് ലക്ഷ്യം വെക്കുന്നു. അപ്പോൾ ഒരു 80,000-ഓളം സംരംഭങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ക്യാമ്പയിൻ കഴിയുമ്പോഴേക്കും 1,39,000-ത്തിലധികം സംരംഭങ്ങളാണ് കേരളത്തിൽ 1 വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് 3 മേഖലയിലുണ്ട്. മാനുഫാക്ചറിങ് മേഖലയിലുണ്ട്, സർവീസ് മേഖലയിലുണ്ട്, ട്രേഡ് മേഖലയിലുണ്ട്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ട്രേഡാണ്, പിന്നീട് സർവീസാണ്, മാനുഫാക്ചറിങ് ആണ് മൂന്നാമത്. അങ്ങനെ 1,39,000 സംരംഭങ്ങൾ, ഏകദേശം 3.5 ലക്ഷം പേർക്ക് ഇതിലൂടെ തൊഴിൽ, 25,000 കോടി രൂപയുടെ ഇൻറ്റേർണൽ നിക്ഷേപം എന്നിങ്ങനെ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് ഏറ്റവും വലിയ പ്രോത്സാഹനം നൽകുന്നതായിരുന്നു. ആ റിസൾട്ടും അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ജില്ല തിരിച്ച് എത്ര സംരംഭങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത്, അതേപോലെ മറ്റെല്ലാ വിവരങ്ങളും ഈ സ്ലൈഡുകളിലുണ്ട്. ലോൺ ലൈസൻസ് മേളയിൽ ജില്ല തിരിച്ച് എത്ര പേർ പങ്കെടുത്തു, ജനറൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്ങിൽ ജില്ല തിരിച്ച് എത്ര പേർ പങ്കെടുത്തു, സംരംഭ രൂപീകരണത്തിൽ ഓരോ ജില്ലയിലും എത്ര സംരംഭങ്ങൾ വന്നു, എത്ര നിക്ഷേപം വന്നു, എത്ര പേർക്ക് തൊഴിൽ കിട്ടി എന്നുള്ള മുഴുവൻ ഡാറ്റയും പബ്ലിക് ഡൊമൈനിലുണ്ട്. ഈ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ലൈഡുകളിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1 വർഷം പിന്നിടുമ്പോഴേക്കും ഈ ക്യാമ്പയിൻ വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇൻറ്റേൺസിനെ എല്ലാ പഞ്ചായത്തിലും നിയമിക്കാൻ സാധിച്ചു. അവരിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിച്ചു. പിന്നീട് ഉള്ള 2 വർഷം, ഇതൊരു തുടക്കം നല്ലതാണെങ്കിലും തുടർച്ചയും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പിന്നീട് ചെയ്തത് ഇതേ സിസ്റ്റം അടുത്ത 2 വർഷവും തുടരുക എന്നുള്ളതായിരുന്നു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള ഇൻറ്റേൺസിൻ്റെ പേരൊന്ന് മാറ്റിയിട്ട് അവരെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റേറ്റർ എന്ന രൂപത്തിൽ അവരെ നിയമിക്കുകയും അടുത്ത 3 വർഷം അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരിലൂടെ എല്ലാ വർഷവും ഈ ഒരു സൈക്കിൾ ജനറൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്, ലോൺ മേള, മാർക്കറ്റിംഗ് സപ്പോർട്ട് എന്നിവ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇയർ ഓഫ് എൻ്റർപ്രൈസ് ക്യാമ്പയിൻ ആദ്യ വർഷം നടത്തിയ ഇയർ ഓഫ് എൻ്റർപ്രൈസ് ക്യാമ്പയിനെ ഇയർ ഓഫ് എൻ്റർപ്രൈസ് 1 എന്ന് നാമകരണം ചെയ്ത് പിന്നീട് ഇയർ ഓഫ് എൻ്റർപ്രൈസ് 2, 3 എന്നുള്ള രീതിയിൽ 2022-23 മുതൽ 23-24, 24-25 അങ്ങനെ 3 ഫിനാൻഷ്യൽ ഇയർ ഈ ക്യാമ്പയിൻ തുടരുകയുണ്ടായി. ഇതിൻ്റെ ക്യുമുലേറ്റീവ് റിസൾട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. 3 വർഷം കഴിയുമ്പോഴേക്കും 3,53,000 സംരംഭങ്ങളാണ് കേരളത്തിൽ രൂപീകരിച്ചിട്ടുള്ളത്. ഏകദേശം 7.5 ലക്ഷത്തോളം പേർക്ക് ജോലി സംരംഭങ്ങളിലൂടെ ലഭിക്കാൻ സാധിച്ചു. ഇതൊരു വലിയ സോഷ്യൽ മൂവ്മെൻ്റാണ്. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സംരംഭങ്ങൾ ഉണ്ടായി അതിൻ്റെ ഒരു ഡേറ്റ വരുന്നു എന്നുള്ളതിലപ്പുറത്തേക്ക് കേരളത്തിൽ MSME ആണ് കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ സംരംഭം രൂപീകരിക്കാൻ MSME മേഖലയിൽ സാധിക്കും. വലിയ ലാർജ് ഇൻഡസ്ട്രിയേക്കാൾ കൂടുതൽ ജോലി കൊടുക്കാൻ MSME മേഖലയിൽ സാധിക്കും എന്നുള്ളത് തെളിയിക്കാനും സംരംഭം തുടങ്ങാൻ താല്പര്യപ്പെട്ടു വരുന്ന ആളുകൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകാനും. കാരണം കഴിഞ്ഞ 3 വർഷം 4 ലക്ഷത്തോളം സംരംഭകർ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും എൻ്റെ സംരംഭം തുടങ്ങാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കാനും ഈ ഒരു ക്യാമ്പയിനിലൂടെ സാധിച്ചു. അതുകൂടാതെ ഇത്തരം റിസൾട്ട് ലഭിക്കുന്നതിലൂടെ നമുക്കൊരു സംരംഭം തുടങ്ങാൻ നല്ല സ്ഥലമാണോ കേരളം എന്നൊക്കെയുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് ഉള്ള മോശം പെർസെപ്ഷൻ പൂർണ്ണമായും മാറ്റാൻ ഈ ഒരു ക്യാമ്പയിനിലൂടെ സാധിച്ചു. അങ്ങനെ ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന ഈ ഒരു ക്യാമ്പയിൻ ഒരു 3 വർഷക്കാലം വ്യവസായ വകുപ്പ് വളരെ നല്ല പ്ലാനിങ്ങോടുകൂടി തുടങ്ങുകയും കൃത്യമായി തുടരുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സംരംഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട എക്കോസിസ്റ്റം കേരളത്തിൽ വളരെ ശക്തമായി എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വ്യവസായ വകുപ്പ് രൂപീകരിച്ചിട്ടുള്ള പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമെങ്കിലും ഒരു സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 ദേശീയ അന്തർദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങളാണ് ഈ ഇയർ ഓഫ് എൻ്റർപ്രൈസ് ക്യാമ്പയിനിൽ ലഭിച്ചിട്ടുള്ളത്. ആദ്യമായി ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി ദേശീയ തലത്തിൽ ചീഫ് സെക്രട്ടറിമാരുടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി കേരളത്തിൻ്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസായിട്ട് ഇയർ ഓഫ് എൻ്റർപ്രൈസ് ക്യാമ്പയിൻ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. ചീഫ് സെക്രട്ടറി ഇത് അവതരിപ്പിക്കുകയും ദേശീയ തലത്തിൽ ഈ ക്യാമ്പയിൻ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു എന്നുള്ളത് തുടർ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകിയിട്ടുള്ളത്. തുടർന്ന്
ഇതിനെക്കുറിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ വിശദമായ പഠനം നടത്തുകയുണ്ടായി. ഈ ക്യാമ്പയിൻ എങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തി, സംരംഭങ്ങൾ രൂപീകരിക്കാനുള്ള കേരളത്തിൻ്റെ എക്കോസിസ്റ്റത്തിൽ എങ്ങനെ മാറ്റം വരുത്തി എന്നുള്ള വിശദമായൊരു പഠനം IIM ഇൻഡോർ നടത്തിയിരുന്നു. ആ പഠനത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇതൊരു ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ഈ ക്യാമ്പയിനെ റെക്കഗ്നൈസ് ചെയ്യും. ബഹുമാനപ്പെട്ട മന്ത്രിയെ വാഷിങ്ടണിൽ വെച്ചുള്ള അവരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഈ ക്യാമ്പയിൻ അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് തലത്തിലും ഒരു ഇന്നൊവേഷൻ ഇൻ പബ്ലിക് പോളിസി ആയിട്ട് 3 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഈ പ്രവർത്തനം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഇതാണ് 3 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു ആകത്തുക. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി. എന്തൊക്കെ പോളിസി തലത്തിൽ മാറ്റം വരുത്തി എന്നുള്ളത് അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കാം. താങ്ക് യു.